വിശുദ്ധ വാരാചരണത്തിന് തുടക്കം കുറിച്ച് ക്രൈസ്തവ വിശ്വാസികൾ ഓശാന ആഘോഷിച്ചു. സംസ്ഥാനത്തെ വിവിധ ദേവാലയങ്ങളിൽ പ്രത്യേക തിരുക്കർമ്മങ്ങൾ നടന്നു. യേശുദേവൻ ജെറുസലേമിലേക്ക് കഴുതപ്പുറത്തെത്തിയപ്പോൾ വിശ്വാസികൾ കുരുത്തോലയും ഒലിവിലകളും ഏന്തി സ്വീകരിച്ചതിനെ അനുസ്മരിച്ചാണ് ക്രൈസ്തവ വിശ്വാസികൾ ഓശാന ആഘോഷിക്കുന്നത്. തലസ്ഥാനത്ത് വിവിധ പള്ളികളിൽ ഓശാന ആഘോഷത്തിന്റെ ഭാഗമായി കുരുത്തോല പ്രദക്ഷിണവും പ്രത്യേക പ്രാർത്ഥനയും കുർബാനയും നടന്നു. പാളയം സെന്റ് ജോസഫ് മെത്രോപൊളിറ്റൻ കത്തീഡ്രലിൽ നടന്ന ഓശാന ചടങ്ങുകൾക്ക് ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെനേറ്റോ നേതൃത്വം നൽകി. പട്ടം സെന്റ് മേരീസ് കത്തീഡ്രലിൽ കർദിനാൾ മാർ ബെസീലിയോസ് ക്ലീമീസ് കാതോലിക ബാവയുടെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങുകൾ. കുരുത്തോലകളേന്തി ഓശാന പെരുന്നാൾ ആഘോഷിച്ച മലബാറിലെ ക്രൈസ്തവ വിശ്വാസികളും ദേവാലയങ്ങളിൽ കുരുത്തോല വെഞ്ചരിപ്പും പ്രദക്ഷിണവും വിശുദ്ധ കുർബാനയും നടന്നു. കോഴിക്കോട് ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലയ്ക്കൽ ഓശാന സന്ദേശം നൽകി. കേരളത്തിലെ ഐക്യവും സാഹോദര്യവും തകർക്കുന്നവർക്കെതിരെ ഒരുമയോടെ നിൽക്കണമെന്നും കേരളത്തിൽ സമാധാനം നിലനിർത്താൻ പ്രാർത്ഥിക്കണമെന്നും വർഗീസ് ചക്കാലയ്ക്കൽ പറഞ്ഞു. ഈ പുകഴ്ത്തി ആളുകളെ ചീത്തയാക്കരുത്. ചിലപ്പോഴൊക്കെ ഈ ഭരണത്തിലിരിക്കുന്നവരെ അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ നമ്മൾ ഒത്തിരി പുകഴ്ത്തും. നന്മ ചെയ്താലും അല്ല പുകഴ്ത്തും. അതിൻ്റെ ഫലമായിട്ട് എന്താ പറ്റണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരൊന്നും ചെയ്യാതെ വരും. അപ്പോൾ ആവശ്യത്തിന് പുകഴ്ത്തണം, ആവശ്യത്തിന് കാര്യങ്ങൾ പറഞ്ഞ് കൊടുക്കുകയും വേണം. സിറോ മലബാർ സഭ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ നേതൃത്വത്തിൽ ഓശാന ഞായറാഘോഷം നടന്നു. എടപ്പള്ളി തോപ്പിൽ മേരി ക്വീൻ പള്ളിയിൽ നടന്ന ശുശ്രൂഷകൾക്ക് സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തിരുക്കർമ്മങ്ങൾക്ക് ശേഷം പ്രത്യേക കുർബാനയും കുരുത്തോല പ്രദക്ഷിണവും നടന്നു. നൂറുകണക്കിന് വിശ്വാസികളും സഭാ മേലധ്യക്ഷന്മാരും ചടങ്ങുകളിൽ പങ്കെടുത്തു. ആലപ്പുഴ കിഴക്കേ മിത്രക്കരി ഹോളി ഫാമിലി തിരുക്കുടുംബ ദേവാലയത്തിൽ ഓശാന ഞായറാഴ്ച തിരുക്കർമ്മങ്ങൾ ഫാദർ ലിജോ കുഴിപ്പള്ളി അച്ഛന്റെ നേതൃത്വത്തിൽ നൂറുകണക്കിന് ആളുകൾ ഭക്തിപൂർവ്വം ആഘോഷിച്ചു. ഭക്തജനങ്ങൾക്ക് കുരുത്തോല വിതരണവും കൽക്കുരിശ് ചുറ്റിയുള്ള പ്രദക്ഷിണവും അതിനെ തുടർന്ന് ഓശാന ഞായർ സന്ദേശവും നൽകി. ന്യൂസ് ഡെസ്ക് അമൃത TV.